അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ജനിക്കണേക്ക് മുമ്പ് ഇറങ്ങിയ പടമായിരുന്നല്ലോ. അപ്പോൾ റീ റിലീസ് ചെയ്തപ്പോൾ എന്തായാലും കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. മിക്ക സീൻസും ഇപ്പോൾ ശോഭന മാമിൻ്റെ ആയാലും നമ്മളെ മെയിൻ ആ ഒരു സീനുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. എങ്ങനെയുണ്ടെന്ന് പറയുന്ന കാര്യം നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട സിനിമയല്ലേ. അപ്പോൾ നമുക്കൊന്നും തിയേറ്ററിൽ പോയി കണ്ടത് എപ്പോഴാണെന്ന് പോലും ഓർമ്മയില്ലാത്തൊരു കാലമാണ്. അപ്പം അത് നമ്മൾ അത്രയും തവണ ടി വിയിൽ കണ്ടു. എന്നിട്ട് പോലും ഇപ്പോൾ ഈ 4K അറ്റ്മോസിൽ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് എല്ലാവരും കണ്ടിരിക്കണം, എല്ലാവരും ആ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ കൂടെ ഏറ്റവും മുകളിൽ ശ്രീദേവി മാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കണ്ടു കഴിഞ്ഞ് പിറകോട് തിരിയുമ്പം നമ്മൾ ആ ക്യാരക്ടർ ശരിക്കും അവിടെ നിന്ന് കാണുമ്പം ശരിക്കും എന്താ പറയുക, നമ്മൾ സ്ക്രീനിൽ ഞാനൊക്കെ ജനിക്കുന്ന തൊട്ട് കുറേ മുന്നേ ഉള്ള ഫിലിമാണ്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ കാണുമ്പോൾ ശരിക്കും പറയുമ്പോൾ രോമാഞ്ചം വരും അത് കാണുമ്പോൾ. അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ആഫ്റ്റർ സോനോ നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര നല്ലതായിരുന്നു. ആക്ച്വലി അല്ലേ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നുന്നു. സോ എന്തായാലും അത് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും അവിടെ അവിടെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പം ആ ഷോ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര വേറെ ഒരു വൈബായിരുന്നു കണ്ടിരുന്ന സമയത്ത്. ഭയങ്കര നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് സൗണ്ട് മിക്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ആ നൊസ്റ്റാൾജി ഫീലിംഗ് എങ്ങനെയുണ്ടായിരുന്നു? കോമഡി നന്നായിരുന്നു. പിന്നെ എല്ലാം നമുക്ക് മേമയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ആലോചിച്ചിട്ടുള്ള ചിരികളാണ് എല്ലാവരും. എങ്ങനെ ഇപ്പൊ ശരിയായിട്ട് വരുന്നു. അതിനൊരു പ്രശ്നം ആ സീരിയസിനോടെ കാണാൻ പറ്റുന്നില്ല.